വെൽക്കം, തഹ്മാനാണ്. നർവസ് സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയാം മെഡുലയെ കുറിച്ചിട്ടാണ്. മെഡുല ബ്ലാങ്കോട്ട്. ബ്രെയിനെ കുറിച്ച് പറയുമ്പോൾ ബ്രെയിനിന് 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് സെറിബ്രമാണ്, നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ സെറിബെല്ലമാണ് അടുത്തത്, അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്, അതിന്റെ ആദ്യ ഭാഗമാണ് മെഡുല. ഇനി നമുക്ക് പറയാനുള്ളത് ഡൈഎൻസെഫലോൺ കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് 4 ഭാഗങ്ങൾ. അതിൽ ബ്രെയിൻ സ്റ്റെം ആണ്. സോ ബ്രെയിൻ സ്റ്റെം ഒറ്റൊരു ഭാഗമല്ല, 3 ഭാഗങ്ങൾ ചേർന്നതാണ് ബ്രെയിൻ സ്റ്റെം. സോ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ തന്നെ ബ്രെയിൻ്റെ അടിഭാഗമാണ് ഈ 3 ഭാഗങ്ങളുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ബ്രെയിൻ സ്റ്റെം സ്പൈനൽ കോഡിന്റെ മുകളിലാണ്. ഇപ്പോൾ നമ്മൾ സ്പൈനൽ കോഡ് ഇങ്ങനെ ഇത് സ്പൈനൽ കോഡായിട്ട് കരുതുകയാണെങ്കിൽ അതിന്റെ ആദ്യ ഭാഗം നമ്മൾ വരയ്ക്കുക, ഇതായിരിക്കും മെഡുല. ദെൻ നമ്മൾ പോൺസ് ഇങ്ങനെ വരയ്ക്കും. ദെൻ നമ്മൾ മിഡ് ബ്രെയിൻ ഇങ്ങനെ വരയ്ക്കും. ഇതാണ് മിഡ് ബ്രെയിൻ. ഇവിടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. സോ അത് ക്ലിയർ ആയിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതാണ് മെഡുല, ഇതാണ് പോൺസ്, ഇതാണ് മിഡ് ബ്രെയിൻ. ഇപ്പൊ 3 ഭാഗങ്ങൾ. ഇപ്പൊ നമ്മൾ ഇതിൽ പറയാ മെഡുലയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുക. സോ മെഡുലയെ കുറിച്ച് ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാവുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെം ആണ് എന്ന് നമുക്ക് എഴുതാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെം ആൻഡ് ഇറ്റ്സ് ദ മോസ്റ്റ് ഇൻഫീരിയർ സെഗ്മെന്റ് ഓഫ് വാട്ട് ബ്രെയിൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ബ്രെയിനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ബ്രെയിൻ. സോ ബ്രെയിനിന്റെ ഏറ്റവും അടിഭാഗമാണ് എന്ന് നമുക്ക് എഴുതാം. രണ്ടാമത്തെ പോയിന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെമിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഹൈൻഡ് ബ്രെയിൻ. അത് നമ്മൾ അങ്ങനെയും പറയാറുണ്ട് പല ആൾക്കാരും. ഹൈൻഡ് ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, അത് മെഡുല ഉണ്ട്, പോൺസ് ഉണ്ട്, ഇതില്ല. ഇതിന് പകരം ഇവിടെയുള്ള സെറിബെല്ല ആയിരിക്കും നമ്മൾ പറയാം. സോ അത് 3 കൂടി ചേർന്നാണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയും. ഇപ്പൊ 3ാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത് എവിടെയാണ് ഇതിരിക്കുന്നത്, ലൊക്കേഷൻ. സോ അത് പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസൈലാണ്. സെറിബെല്ലവും അവിടെയായിരുന്നു ഇരുന്നത്. ആൻഡ് മെഡുലയുടെ മുകളിൽ ഇനി അയൽവക്കാരൊക്കെയാണെന്ന് പറയണം. മുകളിൽ പോൺസ് ആണ്. സോ പോൺസ് എബവ്, ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ബിലോ ആരാണ്, താഴെ സ്പൈനൽ കോഡാണ്. പിറകിലും ഇവിടെ ആരാണ്, പിറകിൽ സെറിബെല്ലം. സോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരാൾ കൂടിയുണ്ട് കേട്ടോ, 4th വെൻട്രിക്കിൾ കൂടിയുണ്ട്. അപ്പോൾ മെഡുലയുടെ ഇവിടെ 4th വെൻട്രിക്കിൾ ഉണ്ട്. അപ്പൊ സെറിബെല്ലവും മെഡുലയുടെയും ഇടയിൽ 4th വെൻട്രിക്കിൾ കൂടിയുണ്ട് എന്ന് കൂടി എഴുതാം. സോ 4th വെൻട്രിക്കിൾ. സോ പിറകിൽ 4th വെൻട്രിക്കിളും ഉണ്ട്, സെറിബെല്ലവും ഉണ്ട്. ഇനി സ്പൈനൽ കോഡിൽ നിന്ന് മെഡുല തുടങ്ങുന്ന ഭാഗം, സ്പൈനൽ കോഡ് കഴിഞ്ഞു, ഇതാണ് സ്പൈനൽ കോഡ്. അത് കഴിഞ്ഞ് മെഡുല തുടങ്ങുന്ന ഭാഗം എന്ന് പറയുമ്പോൾ സ്പൈനൽ കോഡിൽ എവിടെയുള്ള ആദ്യത്തെ വെർട്ടിബ്ര, അതിന്റെ പേര് സുപ്പീരിയർ സെർവിക്കൽ വെർട്ടിബ്ര ആണല്ലോ, അതിന്റെ മുകളിലാണ്. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്താ, ഇവിടുന്ന് ഞാൻ ഈ പടം നോക്കി കഴിഞ്ഞാൽ അറിയാം, വണ്ണം കൂടിയാണ് മുകളിലേക്ക് പോകുക, അടിഭാഗം വണ്ണം കുറവാണ്. സോ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് വരയ്ക്കാം. നമുക്ക് നടുവിൽ ഇങ്ങനെ വരയ്ക്കാൻ വളരെ സുഖമാണ് മെഡുല. ഇത് വളരെ ഈസി ആയിട്ട് വരയ്ക്കാവുന്നതാണ്. സോ അപ്പൊ അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, സൈസ് എന്ന് പറയുമ്പോൾ സൈസ് ഒരു 3 സെന്റിമീറ്റർ നീളമുണ്ട്. സോ ഇതൊരു 3 സെന്റിമീറ്റർ നീളമുണ്ട്, 2 സെന്റിമീറ്റർ വിഡ്ത്ത് ഉണ്ട്, ആൻഡ് 1.5 സെന്റിമീറ്റർ ആണ് അതിന്റെ തിക്നെസ് എന്ന് പറയും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ 4 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മെഡുലെ 2 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ ഒരു മുകൾ ഭാഗമുണ്ട്, ഒരു ലോവർ ഭാഗമുണ്ട്. സോ ലോവർ പാർട്ട് ഉണ്ട്, ഒരു മുകൾ ഭാഗം. അപ്പർ പാർട്ട് ആൻഡ് ലോവർ. സോ ഇതാണ് 5ാമത്തെ പോയിന്റ്. ആൻഡ് ഈ ലോവർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആണ്, കാരണം അത് സ്പൈനൽ കോഡായിട്ട് അങ്ങ് ചേർന്ന് വരികയാണ്. ആൻഡ് അപ്പർ പാർട്ടിനെ നമ്മൾ ഓപ്പൺ അപ്പർ പാർട്ട് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്പൈനൽ കോഡ് ഇപ്പം ഇതാണെങ്കിൽ ഇതിന്റെ നടുവിലൂടെ സെൻട്രൽ കനാൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നു. ഇത് മെഡുല ആകുമ്പോഴത്തേക്കും നടുവിലൂടെ വന്നിട്ട് ഇവിടത്തേക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്യണം, പിന്നെ 4th വെൻട്രിക്കിൾ ആവണം. അപ്പോൾ മെഡുല അങ്ങ് തീരുന്ന ഭാഗം ഇവിടെ അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കും. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് 4th വെൻട്രിക്കിൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഭാഗമായതുകൊണ്ടാണ് അതിനെ നമ്മൾ ഓപ്പൺ പാർട്ട് എന്ന് പറയും. ഇനി മെഡുലയ്ക്ക് അതേപോലെ തന്നെ ഒരു മുൻഭാഗമുണ്ട്. മുൻഭാഗം നമ്മളെപ്പോഴും ആന്റീരിയർ പാർട്ട് എന്നായിരിക്കും പറയുക, ആൻഡ് പിൻഭാഗത്തെ നമ്മളെപ്പോഴും പോസ്റ്റീരിയർ പുറകുവശം എന്നാണ് പറയുക. സോ ഇത് നമ്മളിപ്പോൾ സ്പൈനൽ കോഡ് നമ്മൾ വരച്ചപ്പോൾ എങ്ങനെയായിരുന്നു വരച്ചത്, ഇങ്ങനെയാണ് സ്പൈനൽ കോഡ് വരച്ചത് അല്ലേ. നടുവിൽ എന്തായിരുന്നു ഉള്ളത്, ഒരു ആന്റീരിയർ മീഡിയൻ ഫിഷർ ഉണ്ട്. സോ നമുക്ക് ഇതിനും ഒരു ആന്റീരിയർ മീഡിയൻ ഫിഷർ നമുക്ക് കാണാൻ പറ്റും. ദെൻ ആന്റീരിയർ ലാറ്ററൽ സൾക്കസ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഭാഗം മുകളിലേക്ക് ഇങ്ങനെ തന്നെ പോവുകയാണ്. ഇവിടെ അതിൻ്റെ അകത്ത് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഈ ഭാഗം പോവുകയാണെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകും, ചുരുങ്ങി പോകും. ദെൻ ഈ ഭാഗം ഇങ്ങനെ വേറെ ഭാഗമായിട്ടും പോകും അല്ലെ. ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പോകും. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ മുൻഭാഗത്ത്, മെഡുലയുടെ ഈ മുൻഭാഗത്ത് ഒരു ആന്റീരിയർ ഫിഷർ ഉണ്ടാവും. സോ ഇവിടെ ഒരു ആന്റീരിയർ ഫിഷർ. സോ ഇതായിരിക്കും ആന്റീരിയർ ഫിഷർ. ആൻഡ് ഇതായിരിക്കും ആന്റീരിയർ ലാറ്ററൽ സൾക്കസ് ആണ്, ചെറിയ ഫിഷർ ആയിട്ടുള്ള സൾക്കസ് ആയിരിക്കും ഇത്. ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ആൻഡ് ഈ മുൻഭാഗം, അതുകൊണ്ട് ഈ മുൻഭാഗത്തെ നമ്മൾ പിരമിഡ്സ് എന്നാണ് വിളിക്കുന്നത്. സോ മെഡുലറി പിരമിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡുലയുടെ മുൻഭാഗത്ത് ആ ആന്റീരിയർ ഫിഷറിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ഭാഗമായിരിക്കും 2 പിരമിഡ്. സോ ഇതും പിരമിഡാണ്, ഇതും പിരമിഡാണ്. ആൻഡ് ഈ പിരമിഡ്സ് ഓൾസോ
ഓൾസോ ആർ ഇലവേറ്റഡ് ആണ്, കുറച്ച് തള്ളി നിൽക്കും. കാരണം എന്തായിരിക്കും? ബൾജ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. കാരണം ബ്രെയിനിൽ നിന്ന് താഴേക്ക് ഇത് ബ്രെയിൻ ആണെങ്കിൽ, മുകളിൽ ബ്രെയിൻ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഈ പോകുന്ന ഇത് ആന്റീരിയർ ഭാഗം എന്തായിരുന്നു? സ്പൈനൽ കോഡിന്റെ ആന്റീരിയർ ഭാഗം നമുക്കറിയാം അവിടെ മോട്ടോർ ട്രാക്സ് ആയിരുന്നു. സോ ഇവിടെയും മോട്ടോർ ട്രാക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ മോട്ടോർ ട്രാക്സ് പോകുന്നതുകൊണ്ട് കുറച്ച് വലുതായിരിക്കും ഈ ഭാഗം. സ്പൈനൽ കോഡിനെ അപേക്ഷിച്ച് ഈ ഭാഗം ഇത്തിരി തള്ളിയായിരിക്കും ഇരിക്കുക. ഇതിലൂടെ ബ്രെയിനിൽ നിന്ന് താഴേക്ക് സ്പൈനൽ കോഡിലേക്ക് പോകുന്ന സെറിബ്രോ അല്ലെങ്കിൽ കോർട്ടിക്കോ സ്പൈനൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ ട്രാക്റ്റുകളും ഇതിലേക്കൂടി ആയിരിക്കും പോകുക. സോ അതിനാണ് നമ്മൾ പിരമിഡ്സ് എന്ന് പറയുക. പിരമിഡ്. സോ സെറിബ്രോ സ്പൈനൽ ട്രാക്സ് ആണ് ഇതിലൂടെ പോകുന്നത്. സെറിബ്രോ സ്പൈനൽ ട്രാക്സുകളാണ് മുകളിൽ നിന്ന് താഴേക്ക് ഇതിലേക്ക് പോകുന്നത്. സോ അതാണ് നമ്മൾ പിരമിഡ് എന്ന് പറയുക. ആൻഡ് ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് പിരമിഡ്സ്, ഇവിടെ നിന്ന് ബ്രെയിൻ്റെ ഇവിടെ നിന്ന് വരുന്ന ലെഫ്റ്റിൽ നിന്ന് വരുന്നുണ്ട്, റൈറ്റിൽ നിന്നും വരുന്നുണ്ട് അല്ലെ. ഈ റൈറ്റിൽ നിന്ന് വരുന്നതും ലെഫ്റ്റിൽ നിന്ന് വരുന്നതും ഇവിടെ വെച്ചിട്ട് ചില ഭാഗത്ത് ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ അങ്ങ് തിരിയുന്നുണ്ട്. സോ ഇങ്ങനെ തിരിയുന്നതിനെ നമ്മൾ വിളിക്കുക ഡെക്കുസേഷൻ. സോ ഡെക്കുസേഷൻ ഓഫ് പിരമിഡ്സ്. ഡെക്കുസേഷൻ ഓഫ് പിരമിഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതിനെ ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കും. ക്രോസിംഗ് ഓവർ ഓഫ് എന്ത്? മോട്ടോർ ട്രാക്സ്. മോട്ടോർ ട്രാക്സ് ക്രോസ് ഓവർ ചെയ്യുന്നതാണ് പിരമിഡൽ ട്രാക്ക്. അപ്പൊ അതിനെ നമ്മൾ പിരമിഡൽ ഡെക്കുസേഷൻ, മൊത്തം എല്ലാം കൂടി പറയുകയാണെങ്കിൽ പിരമിഡൽ ഡെക്കുസേഷൻ. സോ ഈ വാക്കുകളൊക്കെ ഒന്ന് കേട്ട് വെക്കുക. സോ ഇതെല്ലാമാണ് നമ്മുടെ 6ാമത്തെ പോയിന്റ്. നമ്മൾ പറഞ്ഞത് ഒരു മുൻഭാഗമുണ്ട്, പിൻഭാഗമുണ്ട്. സോ മുൻഭാഗത്ത് നടുവിൽ ആന്റീരിയർ ഫിഷറിന്റെ അപ്പുറവും ഇപ്പുറമായിട്ട് പിരമിഡ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒലിവ്സിനെ പറ്റി നമുക്ക് പറയാം. ആൻഡ് പിരമിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? അത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സംഭവങ്ങളാണ്. കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റുകളാണ് പ്രധാനമായിട്ടും. ആൻഡ് അത് ക്രോസിംഗ് ഓവർ എല്ലാം നടക്കണമെന്നില്ല, മിക്കവാറും കുറെ എല്ലാം ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. സോ ഇതിനെ നമ്മൾ പിരമിഡൽ ഡെക്കുസേഷൻ എന്നാണ് നമ്മൾ പറയുക. ഇനി നമുക്ക് 7ാമത്തെ പോയിന്റ്. ഈ പിരമിഡിന്റെ 2 വശത്തായിട്ട്, അതായത് ഇത് പിരമിഡിന്റെ 2 വശം ഇവിടെയുണ്ട് ആൻഡ് ഇതേപോലെ ഇവിടെയുമുണ്ട്. 2 വശത്തായിട്ട് ലാറ്ററൽ സൈഡിൽ ഇരുഭാഗത്തുള്ളതാണ് ഒലീവ്സ് നമ്മൾ പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒലീവ്സ് ആൻഡ് ഇത് സ്പൈനൽ കോഡിന്റെ ഈ ഭാഗം ഇവിടെ നിന്നോട്ട് ആൻഡ് മുൻവശത്തുള്ള ആന്ററോ ലാറ്ററൽ സൾക്കൈ മുതൽ ഇവിടെയുള്ള സൾക്കൈ, പോസ്റ്ററോ ലാറ്ററൽ സൾക്കൈ വരെയുള്ള ഭാഗം, സ്പൈനൽ കോഡിന്റെ അതേ ഭാഗം അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അതാണ് ഒലീവ്സ് എന്ന് പറയുക. സോ ഈ ഭാഗം കുറച്ച് പ്രോമിനന്റ് ആണ്, കുറച്ച് ഓവൽ ഷേപ്പാണ് ആൻഡ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഭാഗം, വീർത്തിരിക്കുന്ന ഭാഗം, ഈ പിരമിഡിനേക്കാൾ വീർത്തിരിക്കുന്ന ഭാഗം. സ്വെല്ലിങ്സ് ആണ്. സോ സ്വെല്ലിങ്സ് ആർ കോൾഡ് ആസ് ഒലീവ്സ്. ആൻഡ് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒലിവറി ന്യൂക്ലിയസ്, ഏറ്റവും പ്രധാനം ഇൻഫീരിയർ ഒലിവറി ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് 7ാമത്തെ പോയിന്റ്. ഇനി 8ാമത്തെ പോയിന്റ്. മിഡിലിൽ നിന്ന് 4 ക്രേനിയൽ നെർവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കാൻ സുഖം ഏറ്റവും അവസാനത്തെയാണ്. 12 ക്രേനിയൽ നെർവ്സ് ഉണ്ട്. അതിൽ 12 ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഇങ്ങനെ തന്നെ എഴുതണം. 12, 11, 10 ആൻഡ് 9 ഇത്രയും ക്രേനിയൽ നെർവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 12ാമത്തെ ഹൈപ്പോഗ്ലോസൽ, 11 അക്സസറി ഹൈപ്പോഗ്ലോസൽ അക്സസറി, 10ാമത്തെ വാഗസ് ആൻഡ് 9ാമത്തെ ഗ്ലോസോഫാരിഞ്ചിയൽ നെർവ്സ്. സോ ഇത് എല്ലാം ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യും. ഇതിൽ 12ാമത്തെ ഹൈപ്പോഗ്ലോസൽ, സോ ഇതായിരിക്കും ആ 12ാമത്തെ ഹൈപ്പോഗ്ലോസൽ എന്ന് പറയും. ഇത് ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആൻറ്ററോ ലാറ്ററൽ സൾക്കൈ, ഈ ഭാഗത്തുള്ള സൾക്കയിൽ നിന്നാണ്. ബാക്കിയെല്ലാം പോസ്റ്ററോ ലാറ്ററൽ സൾക്കയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി മെഡുല തീരുന്ന സ്ഥലം നമുക്കറിയാം. ഇനി തുടങ്ങുന്നത് പോൺസ് ആണെന്ന് നമുക്കറിയാം. ഈ അടുത്ത ഭാഗം പോൺസ് തുടങ്ങുന്ന ഭാഗം. സോ മെഡുല കഴിഞ്ഞിട്ട് ഇവിടെ പോൺസ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാണല്ലോ മെഡുലറി പോണ്ടൈൻ ജംഗ്ഷൻ എന്ന് നമ്മൾ പറയും. മെഡുലയും പോൺസും തമ്മിൽ ചേരുന്ന ഇവിടെ നിന്ന് 3 ക്രേനിയൽ നെർവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് 8ാമത്തെ ക്രേനിയൽ നെർവാണ്. 8 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതണം. ദെൻ 7ാമത്തെ, ദെൻ 6ാമത്തെ. 8, 7, 6 3 ക്രേനിയൽ നെർവ്സ് കൂടി ഇവിടെ നിന്ന് എമേർജ് ചെയ്യുന്നുണ്ട്. സോ 4 മെഡുലയിൽ നിന്ന് തന്നെയാണ്. ആൻഡ് 8ാമത്തേതായിരുന്നു വെസ്റ്റിബുലോ കോക്ലിയർ ആണ്. വെസ്റ്റിബുലോ കോക്ലിയർ നെർവാണ്. 7ാമത്തെ ഫേഷ്യലാണ്. 6ാമത്തെ അബ്ഡ്യൂസൻസ് ആണ്. സോ ഇത്രയും നെർവുകൾ മെഡുലയുമായിട്ട് ബന്ധപ്പെട്ട്, ബാക്കി ഒന്നും ഇത് മെഡുലയല്ല, മെഡുലയും പോൺസിന്റെയും ഇടയിൽ നിന്നാണ്. സോ ഇത്രയും നെർവുകൾ കൂടി ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. 4 ഇവിടെ നിന്ന് തന്നെയാണ്. സോ ഇതിന്റെ ന്യൂക്ലിയസ് എല്ലാം ഇതിനകത്തായിരിക്കും. വേറെ ചില ഇവിടെ നിന്നല്ലാത്ത ചിലതിന്റെ ന്യൂക്ലിയസ് കൂടി ഇവിടെ, ന്യൂക്ലിയസിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഈ മെഡുലയിൽ വന്നേക്കാം. ഇനി സ്പൈനൽ കോഡിന്റെ പിറകുവശം പോസ്റ്റീരിയർ പാർട്ട്, നമ്മൾ വീണ്ടും സ്പൈനൽ കോഡ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ആന്റീരിയർ പാർട്ടാണ്. ഞാൻ പറയുന്ന എല്ലാ മോട്ടോർ ഭാഗങ്ങളാണ്. ഇവിടെ ദിസ് ഏരിയ ഈസ് കോൾഡ് ആസ് ദ പോസ്റ്റീരിയർ പാർട്ട്. ഇവിടെ 2 ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. ന്യൂക്ലിയസ് അല്ല, ട്രാക്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ വിളിച്ചത് ഗ്രസൈൽ ഫെസിക്കുലസ് ആൻഡ് ക്യൂനേറ്റ് ഫെസിക്കുലസ് എന്നാണ്. ഓർത്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇത് രണ്ടും സെൻസറി ആണ്, പ്യൂർലി സെൻസറി ട്രാക്റ്റ് ആണ്.
സോ ഇത് മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ, ഇത് മുകളിലേക്കാണ് പോകുന്നത്. പിരമിഡ്സ് താഴേക്കാണെങ്കിൽ ഈ ഭാഗം മുകളിലേക്കാണ് പോവുക. സോ സെൻസറി ട്രാക്ട്സ്, സോ ഇതിന്റെ ട്രാക്റ്റും മെഡുല്ലയിൽ എത്തുന്നുണ്ട്. അപ്പൊ മെഡുല്ലയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ന്യൂക്ലിയസ് ആയിട്ടാകും ആദ്യം ഉണ്ടാവുക. അതിനെ നമ്മൾ വിളിക്കുക ന്യൂക്ലിയസ് ആണ്. അപ്പൊ ന്യൂക്ലിയസ് ഓഫ് ഗ്രേസാലിസ് എന്നാണ്, ഗ്രേസാലിസ്. അപ്പോൾ മറ്റേത് ന്യൂക്ലിയസ് ഓഫ് ക്യൂനേറ്റ, ന്യൂക്ലിയസ് ക്യൂനേറ്റ ആൻഡ് ന്യൂക്ലിയസ് ഗ്രേസാലിസ്. അത് രണ്ടും അവസാനിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ മെഡുല്ലയിൽ വെച്ചിട്ടായിരിക്കും അവസാനിക്കുക. ആൻഡ് ഇതിന്റെ മുകളിൽ ഫ്ലോർ ഓഫ് ദ ഫോർത്ത് വെൻട്രിക്കിൾ ആണ്. ആൻഡ് ഇവിടെ സ്പൈനൽ കോഡിന്റെ ഉള്ളിലൂടെ വന്ന ആൻഡ് ഇതിന്റെയും ഉള്ളിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കുകയാണ്. പുറം ഭാഗം സെൻട്രൽ കനാൽ തുറന്ന് ഫോർത്ത് വെൻട്രിക്കിൾ ആയിട്ട് മാറുന്ന ഭാഗമാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് മുൻവശമുള്ള വ്യൂ ആയിരുന്നു, ആന്റീരിയർ വ്യൂ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. പോസ്റ്റീരിയർ വ്യൂ ഇത്രയും കൂടി ഒരു ടഫാണ് പോസ്റ്റീരിയർ വ്യൂ, കാരണം ഇവിടെ തുറന്ന ഭാഗമാണ്, ഓപ്പൺ ഭാഗമാണ്. പോസ്റ്റീരിയർ ഭാഗം കുറച്ച് ഓപ്പൺ ആണ്, കാരണം അവിടെ മറ്റേ ഫോർത്ത് വെൻട്രിക്കിൾ വന്ന് ഓപ്പൺ ചെയ്യുന്ന ഭാഗം. ആൻഡ് ഇത് ഫോർത്ത് വെൻട്രിക്കിളിന്റെ തുറക്കുന്ന ഭാഗമാണെങ്കിൽ ഇവിടെ ദിസ് ഏരിയ, ഇതിനെ നമ്മൾ വിളിക്കുക ഇൻഫീരിയർ സെറിബെല്ലാർ പെഡങ്കിൾ. സോ ഫോർത്ത് വെൻട്രിക്കിളിന്റെ ചുറ്റും ഇൻഫീരിയർ സെറിബെല്ലാർ പെഡങ്കിൾസ് ഉണ്ട്. സെറിബെല്ലാർ എന്ന് പറയുമ്പോൾ സെറിബെല്ലത്തിലേക്ക് പോകുന്ന പെഡങ്കിൾസ് ആണ്. പെഡങ്കിൾസ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ട്രാക്സ് ആണ്. ആൻഡ് മെഡുല്ലയും സെറിബെല്ലവും തമ്മിലുള്ള കണക്ഷൻ കൂടിയാണ് ഈ ഇൻഫീരിയർ സെറിബെല്ലാർ പെഡങ്കിൾസ് എന്ന് പറയുന്നത്. ഇനി ഈ ഭാഗത്ത് ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മളെ സംബന്ധിച്ച് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകണ്ട. എങ്കിലും പറയുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ഒരു വാഗൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പറയാറുണ്ട്, ഹൈപ്പോഗ്ലോസൽ ട്രയാങ്കിൾ, അങ്ങനെയൊക്കെയുള്ള പല ഭാഗങ്ങളും നമ്മൾ പറയാറുണ്ട്. എങ്കിലും ഒരു ഭാഗത്ത് കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഞാൻ പറഞ്ഞേക്കാം, അത് ഏരിയ പോസ്ട്രീമയാണ്. ഏരിയ പോസ്ട്രീമ എന്ന് വെച്ചാൽ CTZ. സോ ഈ ഫോർത്ത് വെൻട്രിക്കിളിന്റെ കരയിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഏരിയ പോസ്ട്രീമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ CTZ ഒക്കെ ഉള്ള സോണാണ്. നമ്മൾ ഛർദിൽ ഒക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഛർദിക്കും. സോ ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്രെയിനിൽ തന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ ഭാഗമല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഏരിയ പോസ്ട്രീമ എന്ന് പറയും. സോ ഇതാണ് പോസ്റ്റീരിയർ സൈഡിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് പറയേണ്ടത് ഇതിന്റെ TS ആണ്. ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഞാൻ എല്ലാം ഒന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. എവിടെ നിന്നൊക്കെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിഭാഗത്ത് നമുക്ക് എടുക്കാം. ഈ അടിഭാഗത്ത് നമ്മൾ എടുക്കുക എന്ന് പറയുമ്പോൾ അത് പിരമിഡൽ ഡെക്കുസേഷൻ ഭാഗത്ത് നിന്ന് നമുക്ക് എടുക്കാം. ദെൻ പിന്നെ സെൻസറി ഡെക്കുസേഷൻ നടക്കുന്ന ഭാഗമുണ്ട്. താഴേക്ക് വരുന്നതും മുകളിലേക്ക് പോകുന്നതുണ്ട്. മുകളിൽ നിന്ന് വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിരമിഡൽ ഡെക്കുസേഷൻ. ഇത് അതേപോലെ മുകളിലേക്ക് പോകുന്നതും ഡെക്കുസേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡെക്കുസേറ്റ് ചെയ്യുന്നുണ്ട്. അത് സെൻസറി ഡെക്കുസേഷൻ, ആ ലെവലിൽ നിന്ന് നമുക്ക് എടുക്കാം. അത് ഇവിടെയാണ്. ദെൻ മൂന്നാമത് നമുക്ക് ഒലിവ്സ് ഇരിക്കുന്ന ഭാഗം വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ നിന്നൊക്കെയാണ് സാധാരണ TS നമ്മൾ എടുക്കുക. ആൻഡ് ഈ ഭാഗം ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, കാരണം അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ആരെങ്കിലും ഒരു 50 പേരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ വേണമെങ്കിൽ ഇത് ഡിസ്ക്രൈബ് ചെയ്യാം. ഇല്ലെങ്കിൽ ഡോക്ടർ നജീബിന്റെ നല്ല ഒന്നാന്തരം വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്, അതായിരിക്കും നല്ലത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഇവിടെ കാണാവുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെക്കുസേഷൻ നമുക്ക് കാണാം. ഓക്കെ, സോ ദിസ് ഈസ് ഏറ്റവും അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പിരമിഡൽ ഡെക്കുസേഷൻ ആയിരിക്കുകയാണ്. ഇവിടെ ന്യൂക്ലിയസ് ഗ്രസൈൽ അതൊക്കെ അത്ര വലുതായിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ സെക്ഷൻ വരുമ്പോഴത്തേക്കും ന്യൂക്ലിയസ് ക്യൂനേറ്റസും ന്യൂക്ലിയസ് ഗ്രസൈലും ഒക്കെ കുറച്ചും കൂടി വലുതായിട്ട് ഇത് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഡെക്കുസേഷൻ, അത് ഡെക്കുസേറ്റ് ചെയ്തിട്ട് നമുക്ക് മീഡിയൽ ലെംനിസ്കസ് ആയിട്ടാണ് പിന്നെ തലാമസിലേക്ക് പോകേണ്ടത്. അതിന്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദെൻ പിന്നെ ഒലിവ്സിന്റെ ഒരുപാട് ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സോ 3 സെക്ഷൻ എടുക്കുക, നമ്മൾ തൽക്കാലം നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഒരു ഭാഗം ഞാൻ പറയുന്നില്ല, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡുല്ലയിൽ മാത്രമല്ല, മെഡുല്ല, പോൺസ്, മിഡ് ബ്രെയിൻ, ഈ 3 ഭാഗത്തെയും ബന്ധിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങൾ, കുറേ ന്യൂക്ലിയസുകൾ ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടപ്പുണ്ട്. അതിനെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുക റെറ്റിക്കുലാർ ഫോർമേഷൻ എന്നാണ്. റെറ്റിക്കുലാർ ഫോർമേഷൻ, അതിന് ധാരാളം ന്യൂക്ലിയസ് ഉണ്ട്. മെഡുല്ലയിലുണ്ട്, പോൺസിലുണ്ട്, മിഡ് ബ്രെയിൻ, അവിടെയൊക്കെ ന്യൂക്ലിയസുകൾ ഉണ്ട്. സോ അത് നമുക്ക് സെപ്പറേറ്റ് പിന്നീട് പറയണം. സോ നമുക്ക് ഫൈനൽ ലാസ്റ്റ് പോയിന്റിലേക്ക് വരാം. ലാസ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് മെഡുല്ല. മെഡുല്ലയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ്റെ ഏറ്റവും അടിഭാഗമാണ്. മെഡുല്ലറി ഡാമേജ് മീൻസ് ഡെത്ത് ആണ്, മരണമാണ്. അപ്പം നമ്മൾ ജീവിച്ചിരിക്കണം. നമുക്ക് ബേസിക് ലൈഫ് പ്രോസസ് എല്ലാം നടക്കണമെങ്കിൽ മെഡുല്ല വേണം എന്നുള്ളതാണ്. നമുക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യണമെങ്കിലാണ് നമുക്ക് സെറിബ്രം വേണ്ടത്. ഇപ്പോൾ സെറിബ്രത്തിൻ്റെ ഒരു ഭാഗം, ചെറിയ ഭാഗം നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല എന്നായിരിക്കും, കാണാൻ പറ്റില്ല എന്നാൽ അത്രേ ഉള്ളൂ. പക്ഷേ മെഡുല്ലയുടെ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ അവിടെ റെസ്പിറേഷൻ നടക്കുന്നതാണ്, കാർഡിയോവാസ്കുലർ സെൻറ്റർ നടക്കുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ്. സോ അവിടെ നശിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ മരണമായിരിക്കും സംഭവിക്കുക. സോ അതാണ് അതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ഒന്ന്, മെഡുല്ലയിൽ റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മൾ റെസ്പിറേറ്ററി സെൻറ്റർ, റെസ്പിറേറ്ററി സിസ്റ്റം വീഡിയോസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ DRG ആൻഡ്
VRG പഠിച്ചായിരുന്നു. ഡോർസൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയൈ, വെൻട്രൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയൈ. നമ്മുടെ റെസ്പിറേഷൻ്റെ ഒരു ബേസിക് താളം നിയന്ത്രിക്കുന്നത് ആദ്യം ഇവിടെ നിന്നാണ്. അതിൻ്റെ ഒരു ലെവൽ ഇവിടെയുണ്ട്, പോൺസിലുണ്ട്, ന്യൂമോടാക്സിക് അപ്നോസ്റ്റിക് ഏരിയ എന്നൊക്കെ പറയുന്നത്. സോ റെസ്പിറേറ്ററി സെന്റർ ഇവിടെയുണ്ട്, അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. രണ്ടാമത്തത് വാസോ മോട്ടോർ സെന്ററും ഇവിടെയാണ്. വെച്ചാൽ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ വണ്ണം വീതിയൊക്കെ നിശ്ചയിക്കുന്ന ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യണോ ചുരുങ്ങണോ, അപ്പോൾ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുക, ഹൃദയത്തിന്റെ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കുക, ഹൃദയം കൂടുതൽ മിടിക്കണോ കുറച്ച് മിടിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുക. അപ്പോൾ ഹാർട്ട് റേറ്റ് അതൊക്കെ നിയന്ത്രിക്കുന്ന വാസോ മോട്ടോർ സെന്റർ ഇവിടെയാണ്. 3 ഡെഗ്ലൂട്ടീഷൻ സെന്റർ. നമ്മൾ ഫുഡ് കഴിച്ചാൽ വിഴുങ്ങണം അല്ലെ, വിഴുങ്ങണമെങ്കിൽ ഫാരിഞ്ചിയൽ, ഇസോഫാജിയൽ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. ഈ സ്റ്റേജസിനെയൊക്കെ നിയന്ത്രിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന്റെ വിവിധ പ്രോസസ്സുകൾ നിയന്ത്രിക്കുന്നത് മെഡുല്ലയിലാണ്. 4ാമത്തത് വോമിറ്റിംഗ് സെന്റർ ഉണ്ട്, ഓർ കഫ് സെന്റർ, ഓർ CTZ അല്ലെങ്കിൽ ഏരിയ പ്രോസ്ട്രീമ, ന്യൂക്ലിയസ് ട്രാക്ട സോളിറ്റാരിസ്. സോ തുടങ്ങിയ പല ഭാഗങ്ങളും ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് ആണ് ഛർദിൽ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വേണ്ടാത്ത എത്തിക്കഴിഞ്ഞാൽ അത് ഛർദിച്ചാണ് നമുക്ക് കളയാൻ പറ്റുള്ളൂ. സോ GI ട്രാക്റ്റിനെ ബന്ധപ്പെടുത്തി ഉള്ള പ്രധാനപ്പെട്ട ഏരിയ ആണ് ദിസ് വോമിറ്റിംഗ് സെന്റർ എന്ന് പറയുന്നത്. ഇനി 5ാമത്തത് നമ്മുടെ വായിലൂടെയുള്ള സലൈവേഷൻ നിയന്ത്രിക്കുന്ന സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസ് എന്ന് പറയുന്നതും മെഡുല്ലയിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 6ാമത്തെ ഫംഗ്ഷൻ ഏതൊക്കെയായിരുന്നു, 12, 11, 10 ആൻഡ് 9. ഈ ന്യൂക്രേനിയൽ നെർവ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെഡുല്ലയിൽ നിന്നാണ്. അതിന് തൊട്ടുമുകളിൽ 8, 7 ആൻഡ് 6 അതിന്റെ മെഡുല്ലോ പോണ്ടൻ ജംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ചില ഇതിന്റെയെങ്കിലും ന്യൂക്ലിയസിന്റെ കുറച്ച് ഭാഗങ്ങൾ, 5ന്റെ ഭാഗങ്ങൾ ഇവിടെ ഉണ്ടാകും. സോ ഇത്രയുമാണ് നമുക്ക് മെഡുല്ലയെ കുറിച്ചും മെഡുല്ലയുടെ ഫംഗ്ഷനെ കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് പോൺസിനെ കുറിച്ചിട്ടായിരിക്കും പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.